ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായില്ല എന്നാണ് മുഖ്യമന്ത്രി അല്പസമയം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. സംസ്ഥാനത്ത് പലയിടത്തും UDF BJP ധാരണയുണ്ടായിരുന്നു, അത് തിരുവനന്തപുരത്തടക്കം പ്രകടമായിരുന്നു. തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി പ്രതികരണമായി നടത്തി. അമൽ തേനമ്പറമ്പിൽ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ ശബരിമല വിഷയം, തിരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടി, പാരഡി ഗാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പത്മകുമാറിന്റെ അറസ്റ്റ്, ഏറ്റവും ഒടുവിലായി ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട സമവായ ഫോർമുല ഗവർണറുമായി ഉണ്ടാക്കിയത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് 1 മണിക്കൂർ കഷ്ടിച്ച് 20 മിനിറ്റും കൂടി അധികം എടുത്തുള്ള വാർത്താ സമ്മേളനം, അതിൽ 3/4 മണിക്കൂറിലേറെ മുഖ്യമന്ത്രിയാണ് സംസാരിച്ചത്. കഷ്ടിച്ച് അരമണിക്കൂർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് സമയം ലഭിച്ചു. എന്തൊക്കെയായിരുന്നു മറുപടി? ചുരുക്കി. പ്രജീഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അതിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇന്ന് ആദ്യമായാണ്. ഈ എത്തിയ സമയത്ത് എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്നുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പലതവണയായി ഉയർന്നു. ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ ഈ ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോഴും വിശദീകരിക്കുന്നത്. ശബരിമല വിഷയത്തെ സർക്കാർ എടുത്ത നിലപാടുകളെ, ശബരിമല വിഷയത്തിലെ നിലപാടുകളെ ആളുകൾ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ശരിയായ നിലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന്റെ പ്രതിഫലനമാണ് പന്തളം നഗരസഭയിൽ BJPയെ മാറ്റി നിർത്തിക്കൊണ്ട് LDFന് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞത് എന്നും, കൊടുങ്ങല്ലൂർ അടക്കമുള്ള മേഖലകളിൽ BJPയെ മാറ്റി നിർത്തി LDFന് അധികാരം തിരികെ പിടിക്കാൻ കഴിഞ്ഞത് എന്നുമുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായ ഒരു തിരിച്ചടിയിൽ ശബരിമല വിഷയമായതിനെ പറ്റി, അല്ലെങ്കിൽ ആ വിഷയം ചർച്ചയായതിനെ പറ്റിയൊന്നും മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇത്തരം ചില പോക്കറ്റുകളിൽ, അല്ലെങ്കിൽ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ കണക്കുകൾ മാത്രം എടുത്തു കാണിച്ച് ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടില്ല എന്നുള്ള കാര്യം വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടിയിരുന്ന ഒരു സ്ഥലം പന്തളമാണ്, പത്തനംതിട്ട ജില്ലയാണ്. അവിടെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അതായത് പൊതുസമൂഹം നടത്തുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന ശബരിമല വിഷയമാണ് സർക്കാരിനെ അല്ലെങ്കിൽ LDFനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തറ പറ്റിച്ചത് എന്നുള്ള വിമർശനങ്ങളെ മുഖ്യമന്ത്രി എന്തായാലും തള്ളുകയാണ്. അത്തരമൊരു വ്യാഖ്യാനങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് കണക്ക് നിരത്തി മുഖ്യമന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ട്. നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധത പറയുന്ന ഒരു സാമുദായിക നേതാവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത് തിരിച്ചടിയായോ എന്ന് ചോദ്യമുയർന്നു. പക്ഷേ വെള്ളാപ്പള്ളിയെ അങ്ങനെ തൊട്ടുകൂടാൻ പറ്റാത്ത നേതാവല്ലല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അതിലെന്താണ് തെറ്റ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്നത്. മറ്റ് പല വിഷയങ്ങളും സംസാരിച്ചു പോയെങ്കിലും ഈ 2 വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ, അതാണോ ഇടതുപക്ഷത്തിന് അടിതെറ്റാൻ കാരണമെന്ന ചോദ്യത്തിന് മറുപടി മുഖ്യമന്ത്രി പറഞ്ഞില്ല. പലവട്ടം ആ ചോദ്യത്തിൽ ആ കാര്യങ്ങൾ പല മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചുവെങ്കിലും ആ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രി തെന്നിമാറുകയാണ് ചെയ്തത്. ശബരിമല വിഷയത്തിലെ സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന് പറയുന്ന ആ പാട്ട് വലിയ തോതിൽ ചർച്ചയായി. അതിനെതിരെ കേസെടുത്തു. ആ കേസെടുത്തത് ശരിയായോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറഞ്ഞത് അത്തരം പാട്ടുകൾക്കെതിരെ